പുതിയൊരു ഫോൺ വാങ്ങാൻ നിൽക്കുവാണ് എങ്കിലൊന്ന് വെയിറ്റ് ചെയ്തു. ബഡ്ജറ്റിലും മിഡ് റേഞ്ചിലും ഫ്ലാഗ്ഷിപ്പിലായിട്ട് കുറച്ച് അടിപൊളി ഫോണുകളാണ് ഈ ജൂൺ മാസത്തിൽ വരാൻ പോകുന്നത്. അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നായിട്ട് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. 20,000 രൂപയിൽ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് രണ്ട് അടിപൊളി ഫോണുകളാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഓപ്പോയുടെ K13X. 48 മെഗാ പിക്സലിന്റെ ക്യാമറ, AMOLED ഡിസ്പ്ലേ, 4800 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു ഫോൺ 15,000 രൂപയുടെ അടുത്തായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അടുത്തതാണ് CMF Fold 2. ഡയമണ്ട്സിറ്റിയുടെ 7300 ചിപ്സെറ്റ്, 5000 mAh ബാറ്ററി, 50 മെഗാ പിക്സലിന്റെ ക്യാമറ ഒക്കെ വെച്ച് വരുന്ന ഈ ഒരു ഫോണും 20,000 രൂപ താഴെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഈ രണ്ട് ഫോണുകളും ഏതാണ്ട് ജൂൺ പകുതിയോടെ ആയിരിക്കും വരാൻ പോകുന്നത്. അടുത്തതാണ് 25,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് ഫോണുകൾ. ഫസ്റ്റ് വണ്ണാണ് മോട്ടോറോളയുടെ Edge 60. 7 Gen 3 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ക്യാമറ, 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ, 4400 mAh ബാറ്ററി, 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു ഫോണും 25,000 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തതാണ് OnePlus Nord CE5. ഡയമണ്ട്സിറ്റിയുടെ 8350 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്, OLED ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിന്റെ ക്യാമറ, 7100 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു ഫോണും 25,000 രൂപ താഴെയിലായിരിക്കും വരാൻ പോകുന്നത്. അടുത്തത് 30,000 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന മൂന്ന് ഫോണുകൾ. ഫസ്റ്റ് വണ്ണാണ് പോക്കോയുടെ F7. 8 Gen 4 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ക്യാമറ, 7300 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് ആയിട്ട് വരുന്ന ഈ ഒരു ഫോൺ 30,000 രൂപ താഴെ പ്രൈസ് ടാഗിലായിരിക്കും വരാൻ പോകുന്നത്. നെക്സ്റ്റ് വണ്ണാണ് OnePlusന്റെ Nord 5. ഡയമണ്ട്സിറ്റിയുടെ 9400E എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ക്യാമറ, 7500 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു ഫോൺ വെറും 30,000 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അടുത്താണ് ഓപ്പോയുടെ തന്നെ K30 Turbo. 8 Gen 4 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ക്യാമറ, 7300 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു ഫോൺ നിങ്ങൾക്ക് 30,000 രൂപ താഴെ കിട്ടുന്നതാണ്. അടുത്താണ് 40,000 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോണാണ് വിവോയുടെ T4 Ultra. ഡയമണ്ട്സിറ്റിയുടെ 9300E എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ്, ഗോൾഡ് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു ഫോണും 40,000 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അടുത്താണ് കേസ് 50,000 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് കിട്ടില്ല ഫോൺ. ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഫോണുകളാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് OnePlusന്റെ 13S. സ്നാപ്ഡ്രാഗൺ 888 വെച്ച് വരുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണായിരിക്കും ഇത്. 50 മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ്, 6260 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അടുത്താണ് ഏറ്റവും മികച്ച ക്യാമറ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള വിവോയുടെ X200 Proയുടെ പാൻ എഡിഷൻ, വിവോ X200 FE. ഡയമണ്ട്സിറ്റിയുടെ 9400E എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ്, 50+50+50 മെഗാ പിക്സലിൽ വരുന്ന ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും, 6500 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ട് വരുന്ന ഈ ഒരു ഫോണും 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. 50,000 രൂപക്ക് മുകളിൽ ഒരൊറ്റ ഫോൺ വരുന്നുണ്ട്, Razer 60 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലിപ്പ് ഫോൺ. വില കുറഞ്ഞിട്ടുള്ള ഒരു ഫ്ലിപ്പ് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.